ബിരിയാണി റൗണ്ടിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ എൻ്റർടൈൻമെൻറ്റ് സോണിലെ വിശേഷങ്ങളും. ബിരിയാണിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു. അവിടെ എന്തായിരുന്നു അറിയാമോ? നമ്മളവിടെ അധ്വാനിക്കട്ടെ. എനിക്ക് ദാഹിച്ചിട്ടില്ല. വല്ലതും ഉണ്ടോ? ആ, ഇതിന്റെ കഞ്ഞിവെള്ളം ഉണ്ട്. അരി കഴുകിയുള്ളതാണ്. സ്പൂണ് തരുമോ? എന്ത് ബിരിയാണി? എന്ത് ബിരിയാണി? എന്ത് ബിരിയാണി? മഷ്റൂം. ഇതെനിക്ക് വിളമ്പിട്ടായി തീർക്കരുത്. ചോറുന്നിട്ടില്ല. കൊള്ളാല്ലേ? കൊള്ളാം. അപ്പുറം നോക്കിയിട്ട് പറയാം. എല്ലാം കഴിഞ്ഞോ? ജോലിയെല്ലാം കഴിഞ്ഞോ? ഞങ്ങൾ വരുമെന്ന് അറിയാം. ഇച്ചിരി സ്പോഷൊക്കെ കളിക്കും. ഒരു പാത്രത്തിൽ വെച്ചിട്ട് വല്ലപ്പോഴേ വാ തുറക്കോളെങ്കിലും തുറന്നാ നല്ല കാര്യം പറയൂലേ. ശരി ശരി. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. തൊഴുന്നേൻ 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 ഞാൻ തിരുനാഥ തലയിട്ടത് പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. മഞ്ഞ ബിരിയാണിയാണോ? വേറെ എന്തൊക്കെ കളറിൽ ബിരിയാണി ഉണ്ട് എനിക്കറിയാം. അപ്പുറം ചുവന്ന ബിരിയാണിയാ. അവിടെ ചുവന്ന ബിരിയാണി. ഇത് മഞ്ഞ ബിരിയാണി. പച്ച മഞ്ഞളിടും. പിന്നെ എന്താന്ന് സ്പൂണില്ല. ഓ, കുറച്ച് കൊടുത്താൽ മതി. എല്ലായിടത്തൊന്നും കഴിക്കണ്ട. കുറച്ച് മതി. അത്രയും ചെല്ലൂല. കഴിച്ചോ? കൊള്ളാമോ? എന്ത് ബിരിയാണി? ഇതന്നെ അപ്പുറം പറഞ്ഞു. മട്ടൺ പീസൊക്കെ പിന്നെ തരാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് പോയാ ഇവിടുത്തെ അല്ല അവിടെ തരുവാ. ശരി. കലൈമാനെ കന്നിമയിലുന കണ്ടേനുനെ നാനേ അന്തിപ്പകലുനെ நான் பார்க்கிறேன் ஆண்டவனில் இதை தான் கேட்கிறேன் ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ கண்ணை கலைமானே கன்னிமயிலுன கண்டேனுனை நானே. വെൽക്കം. അഞ്ചു ഞങ്ങൾ വരുമ്പോ മനപ്പൂർവ്വം വീഴ്ത്താനല്ലേ അവിടെ കിട്ടത്? അല്ല അല്ല അല്ല, ബിരിയാണി ഉണ്ടാക്കില്ല. തെങ്ങും അടയ്ക്കാമരൊക്കെ ഉണ്ടാക്കിയോ? ഞാൻ ഇത്രയ്ക്ക് ഉണ്ടാക്കിയുള്ളൂ. ഇതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉണ്ടാക്കിയപ്പോ അതുണ്ടാക്കാൻ മറന്നു. ഇതെന്താ ഇതെന്താ? ചുമ്മാ ഒരു തെങ്ങൊക്കെ കിടക്കട്ടെ. കുട്ടി തെങ്ങ. ഇത് മഞ്ഞത്തെങ്ങ വെച്ച് വന്നേന്ന്. ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് കണ്ടപ്പോഴേ നീ വെള്ളം കുടിക്കാൻ തുടങ്ങിയോ? എന്റെ മൂക്കില് അനിലയുടെ ബിരിയാണി കയറിപ്പോയി. അല്ല ചേച്ചിയുടെ അടുത്ത് പോയി എന്താ പറഞ്ഞറിയാമോ? അനിതയുടെ ബിരിയാണി കയറിപ്പോയി. ഒരു കുഴപ്പമുണ്ട് അറിയാം. ഇവിടെ നിന്നിട്ട് അഞ്ചിനോട് വർത്താനം പറയൂ. അവിടെ കുഴപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മളിനി മേല അടുത്ത പ്രാവശ്യം വരാൻ പാടില്ല. കേൾക്കാൻ പറയാം. പച്ച വെള്ളം കൈകൊണ്ട് കൊടുക്കൂല. കണ്ടില്ലേ നിങ്ങൾ സാക്ഷി. പച്ചവെള്ളം എന്ന് പറഞ്ഞതേ ഉള്ളൂ. കൈകൊണ്ട് കൊടുക്കൂല പറയുമ്പോഴേക്കും
സത്യം കേട്ടാ കൊള്ളാം. എല്ലാം നല്ല ബിരിയാണി. നല്ലതാ. ഇതൊക്കെ കാണുമ്പോ എനിക്ക് പേടിയാവോ. ഇത് കുറച്ച് പുളിയൊക്കെ ഉണ്ട് കേട്ടോ, കൊള്ളാം. ഞാൻ തക്കാളി ഇട്ടു, ഞങ്ങളുടെ അവിടെ പക്ഷെ തക്കാളി. ഇത് മസാല ഇത്തിരി കൂടുതലാണ് കേട്ടോ. ഏത് മസാല എടുത്തില്ല, പിന്നെ നീ റൈസ് മാത്രം എടുത്തുള്ളൂ. മസാല കൂടുതലായിട്ട് ഗരം മസാല എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഇട്ടിട്ടേ ഇല്ല. പിന്നെ എന്തിന്റെ ഗരം മസാല ഞാൻ ഇട്ടിട്ടേ ഇല്ല അതിനകത്ത്. ഗരം മസാല ഞാൻ ഇട്ടിട്ടേ ഇല്ല, ബിരിയാണി മസാല മാത്രം ഇട്ടു. അതല്ല ചേച്ചിയുടെ ബിരിയാണിയുടെ ഒരു സൈഡിൽ ഇരുന്ന് കുറ്റം പറയാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കൂല. വെള്ളം തരാത്ത വീട്. വെള്ളം എടുത്ത് കുടിച്ചാ കണ്ടില്ലേ. ഹലോ, ഹായ്. എന്ത് പറ്റി? ആകെ ടയേർഡായിട്ട് നിൽക്കണ്ടല്ലോ. എന്താ പറ്റിയെന്നറിയോ? കൈയെല്ലാം മുറിഞ്ഞു. എന്താന്നറിയോ, ഈ വെളുത്തുള്ളി ഭയങ്കര പാടാ ഒലിക്കാൻ. എന്ത് ബിരിയാണി ഉണ്ടാക്കിയേ? തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കിയത്. ഞാൻ പറയത്തില്ല. എന്നാന്ന് പറഞ്ഞില്ലേ? ചിക്കനാണ്. കോഴിക്കോടേക്കൊന്നും വിശ്വാസമില്ല. ഇല്ല, തലശ്ശേരി ബിരിയാണിയാണ്. മസാലയും ചിക്കൻ തലശ്ശേരി ബിരിയാണി. ഇതിനിടയിൽ എപ്പോഴാണ് പാട്ട് പഠിക്കുന്നത്? പഠിത്തമൊന്നുമില്ല, പഠിത്തമൊന്നുമില്ല ഇവിടെ. നല്ല മാപ്പിളപ്പാട്ട്, അതായത് തലശ്ശേരിയിൽ മാത്രം കേൾക്കുന്ന ഒരു മാപ്പിളപ്പാട്ട് പാടല്ലേ ശരിക്കും. കോഴിക്കോട് നമുക്കെല്ലാം അറിയുന്നത്. ഇവിടെ വേറെ ആർക്കും അറിയില്ല. ഒരു മറ്റേ ഈ അടുത്തൊരെണ്ണം പാടില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? ഏതാ? പൊന്നു സഖി എന്തിനാ? അതിനു വേണ്ടി വീട്ടിൽ പോയിട്ട് നല്ലോണം വർക്ക് ചെയ്യും. പക്ഷെ ഇതില്ല, പ്രാക്ടീസ് ഒന്നുമില്ല. പാട്ടുകളുടെ വരി അറിയാവുന്ന കാണാതെ പാടും. അറിയാത്തൊക്കെ എന്റെ പേപ്പറിൽ എഴുതിയിട്ട് ഇവിടെ നിന്ന് ഞാൻ പാടുന്നത്. ഇന്നെന്റെ കൈ മുറിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഡള്ളായി. നോക്ക്, പച്ചമുളക്. നല്ലൊരു മാപ്പിളപ്പാട്ട്. ദുഃഖത്തിൽ ഏത് മാപ്പിളപ്പാട്ടാ വേണ്ടേ? ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, മിന്നുണ്ടല്ലോ, മേനി നിറയെ, കരയല്ലേ കൽവിൻ മണിയെ, കൽക്കണ്ട കണിയല്ലേ, അരിമുല്ല പൂവളപ്പിൽ പഠിച്ചവൻ വിരയിച്ച തൂമലരല്ലേ, അഴകിൻ്റെ പൂന്തപ്പിലാട വന്നൊരു അയലല്ലേ. അയ്യോ, മ്യൂസിക് ഇല്ല, മ്യൂസിക് ഇല്ല. സത്യം പറഞ്ഞാലേ ഒരു സത്യം പറയാം, വിശ്വസിക്കണം. ഇത്ര എപ്പിസോഡ് വന്നു പോയിട്ടും എനിക്ക് ഇങ്ങനെ വന്ന് നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഈ അവസരമാണ്. താങ്ക് യു. കാണാൻ തുടങ്ങിയതാ ഞാൻ. അടുത്തായിട്ട് വരില്ല കോഴിക്കോട്, അതിന്റെ അടുത്തായിട്ട് വരും തൃശ്ശൂർ. അതിന്റെ ഒരു സ്മെല്ലായിരിക്കും. പറയിപ്പിച്ചവള് കോഴിക്കോട് തലശ്ശേരി പ്രശ്നം. അഞ്ജലി ചേച്ചി ആകെ എന്താ പറയാ വിഷമിച്ചല്ലോ. നേരെ എന്നെ ചതിച്ചു. ആര്? ഒന്നുമില്ലേലും നാട്ടുകാർ മൊത്തം ലോകം മുഴുവനും കാണിക്കാൻ ഞാനൊരു ഉമ്മ കൊടുത്തല്ല, ഒരു നന്ദിയെങ്കിലും വേണ്ടേ. കോഴിയോ? കോഴി ചതിച്ചോ? കോഴി എന്നെ ചതിച്ചു. തുറന്നോക്കട്ടെ. പക്ഷെ ഇതൊക്കെ പറയെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. കോഴി ചതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ഇത്ര നല്ല ഉമ്മ നിങ്ങൾ ആരും കൊടുത്തില്ലല്ലോ. ഞാൻ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ കൊടുത്തു, എന്നിട്ട് ആ മനുഷ്യൻ എന്നെ ചതിച്ചില്ലേ. അപ്പൊ എനിക്കത് അത് ഇഷ്ടപ്പെട്ട് കാണൂല, അതായിരിക്കും ചതിച്ചത്. ചതിച്ച്. കൊള്ളാമോ? കൊള്ളാം. ഇത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യണ്ടേ? വെറുതെ ഞങ്ങളെ സന്തോഷിപ്പിക്കല്ലേ? കൊള്ളൂലേ? സീരിയസ് ആയിട്ട് പറ, കൊള്ളൂലേ? നിങ്ങൾ സന്തോഷിക്കട്ടെ? കൊള്ളൂലേ? ഉറപ്പാണേ? കൊള്ളൂല.